ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം 127 വാക്യം. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഫിൻലൻഡിൽ കടന്ന റഷ്യൻ പട്ടാളത്തെ അവിടുത്തെ സൈന്യം കീഴ്പ്പെടുത്തി അനേക റഷ്യൻ പോരാളികളെ തടവുകാരാക്കി. അതിൽ 7 പേരെ അവിടെയുള്ള സൈന്യ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഒരു തിങ്കളാഴ്ച രാവിലെ അവരുടെ വധശിക്ഷ നടപ്പാക്കുവാൻ തീരുമാനിച്ചു. നോഡൻബർഗ് എന്ന സൈനിക ഉദ്യോഗസ്ഥനെയാണ് ഇവരുടെ മേൽനോട്ടം ഏൽപ്പിച്ചിരുന്നത്. വധശിക്ഷ നടത്തുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ 7 തടവുകാരെയും ഒരു മുറിയിൽ അടച്ച് ചില പട്ടാളക്കാരെ അവർക്ക് കാവൽ ചെയ്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തടവുകാരിൽ ഒരാൾ ഒരു പാട്ട് പാടാൻ തുടങ്ങി. മൂളിപ്പാട്ടായി തുടങ്ങിയ പാട്ട് സാവധാനത്തിൽ ഉച്ചത്തിലായി. അവൻ പാടിയ പാട്ട് ഇപ്രകാരമായിരുന്നു: യേശുകയിൽ മാ സ്വൈര്യം, തൻ മാർവിലൻ ക്ഷേമം, തൻ സ്നേഹത്തണലിലൻ ദേഹിമേവും സ്വസ്ഥം, ദൂതസ്വരം വീശുന്നു തേജസ് കരയുടെ പളുങ്ക് കടലിന്മേൽ, ഇമ്പഗീതമോടെ യേശുകയിൽ മാ സ്വൈര്യം. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കി, എടാ കോസ്കനിൻ, നിനക്ക് ഭ്രാന്താണോ? നാളെ മരിക്കാൻ പോകുന്ന നിനക്ക് ഈ പാട്ട് എവിടെ നിന്ന് കിട്ടി? കോസ്കനിൻ പറഞ്ഞു, ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെയുള്ള ഒരു വഴിയിൽ കൂടെ നടക്കുമ്പോൾ ചില ക്രിസ്തീയ സുവിശേഷകർ ഈ പാട്ട് പാടുന്നത് കേട്ടു. ഞാൻ അല്പസമയം അവിടെ നിന്നു, അവർ പറയുന്നതും കേട്ടു. അന്ന് രാത്രിയിൽ പട്ടാള ക്യാമ്പിൽ ചെന്ന് കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പഴയ ഓർമ്മകൾ ഓടി വന്നു. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ എന്നെ സൺഡേ സ്കൂളിൽ അയച്ചപ്പോൾ പഠിപ്പിച്ചതാണ് ഈ പാട്ട്. മാത്രമല്ല, അന്ന് കാണാതെ പഠിച്ച അനേകം വാക്യങ്ങളും എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ വളർന്നു വന്നപ്പോൾ അതെല്ലാം മറന്നു, ഒരു നിരീശ്വരനായി തീർന്നു, പട്ടാളത്തിൽ ചേർന്നു, എല്ലാ ക്രൂരതകളും ചെയ്തു. കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. എന്നാൽ ഞാൻ പഠിച്ച വാക്യം ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ ആ രാത്രി തന്നെ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, ശുദ്ധീകരണം പ്രാപിച്ചു. അതിനാൽ നാളെ എന്നെ വധിച്ചാലും എനിക്ക് ഭയമില്ല. യേശു കയ്യിലാണ് എൻ്റെ സ്വൈര്യം. ദൂതന്മാർ എന്നെ സ്വീകരിക്കാൻ നോക്കി നിൽക്കുന്നു. കോസ്കനിൻ, നിൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. അവൻ്റെ വാക്കുകൾ കൂട്ടുകാർ ശ്രദ്ധയോടെ കേട്ടു. അതിലൊരാൾ അവനോട് ചോദിച്ചു, ഞാനും വലിയ പാപിയാണ്. ഞാൻ എൻ്റെ പാപം ഇപ്പോൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? കോസ്കനിൻ പറഞ്ഞു, തീർച്ചയായും. കോസ്കനിനും ഈ പട്ടാളക്കാരനും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ പാടി, യേശു കയ്യിൽ മാ സ്വൈര്യം. താമസിയാതെ മറ്റുള്ള 5 തടവ് പട്ടാളക്കാരും കോസ്കനിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അവർ ഒന്നിച്ച് പാടി. അന്ന് രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. അവരെ കാവൽ ചെയ്ത പടയാളികൾക്ക് വലിയ അത്ഭുതമായി. നേരം വെളുത്ത് 6 മണിക്കാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കേണ്ടത്. അവരെ ആ വധസ്ഥലത്തേക്ക് കൊണ്ടുപോയ ക്യാപ്റ്റൻ നോഡൻബർഗ് ചോദിച്ചു, നിങ്ങൾക്ക് അന്ത്യാഭിലാഷം എന്തെങ്കിലുമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊരപേക്ഷയുമില്ല. അവസാനമായി ഞങ്ങൾ 7 പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പാട്ട് പാടാൻ അനുവദിക്കണം. പിന്നീട് ഞങ്ങളെ വെടിവെക്കാം. അപ്രകാരം 7 പേരും ഒരുമിച്ച് കൈകോർത്ത് പാടി, യേശു കയ്യിൽ മാ സ്വൈര്യം, തൻ മാർവിലൻ ക്ഷേമം, തൻ സ്നേഹത്തണലിലൻ ദേഹിമേവും സ്വസ്ഥം. ഇത് പാടിത്തീർന്നപ്പോൾ 7 പേരെയും നിറയൊഴിച്ച് വധിച്ചു. എന്നാൽ അവരെ കൊന്ന ക്യാപ്റ്റൻ നോഡൻബർഗ് ഒരു ക്രിസ്ത്യാനിയായി മുഴുവൻ സമയ സുവിശേഷകനായി അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിന് വേണ്ടി എരിഞ്ഞു തീരുവാനായി നമുക്ക് സാധ്യമാണോ? അപ്രകാരമുള്ള ഒരു വലിയ വെല്ലുവിളി ഈ പ്രഭാതത്തിലെ ധ്യാനത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, ദൈവമേ, അത് ഏറ്റവും ഭാഗ്യമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ തിരസ്കരിക്കുന്നവരുടെ മുമ്പിൽ ദൈവമേ, അങ്ങേ ഏറ്റുപറയുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.